PV Anwar MLA രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഇന്നാണ്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് പാർട്ടിക്ക് പേരിട്ടിരിക്കുന്നത്. DMK. ഇത് കേരളയിലെ DMK. തമിഴ്നാട് DMK വേറെ. മഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ രാഷ്ട്രീയ നയവും വിശദീകരിക്കും. തമിഴ്നാട്ടിലെ DMKയുടെ സഖ്യകക്ഷിയായാണ് കേരളത്തിലെ DMK എന്ന പേരിൽ PV അൻവറിന്റെ പാർട്ടി പ്രവർത്തിക്കുക. DMKയുടെ നിരീക്ഷകർ ഇന്ന് സമ്മേളന വേദിയിൽ എത്തിയേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരവും. മഞ്ചേരിയിൽ നിന്ന് മുബഷിർ P. അക്ബർ നമുക്കൊപ്പം ചേരും. ഒപ്പം PV അൻവറിന്റെ വീട്ടിൽ നിന്നും ഒതായിയിൽ നിന്നും അഷ്കർ അലിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ മുബഷിർ P. അക്ബറിലേക്ക് പോകുന്നു. മുബഷിർ P. അക്ബർ മഞ്ചേരിയിൽ എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുബഷിർ, വെരി ഗുഡ് മോർണിംഗ്. മഞ്ചേരിയുടെ ഇന്നത്തെ പ്രഭാതം സാധാരണ പ്രഭാതമാണെങ്കിലും സായാഹ്നം ഒരു വ്യത്യസ്ത സായാഹ്നമാകാൻ സാധ്യതയുണ്ട്. മഞ്ചേരി സാധാരണ ലീഗിൻ്റെ കോട്ടയാണ്. ലീഗിൻ്റെ സമ്മേളനങ്ങളും ലീഗിൻ്റെ വിശദീകരണ യോഗങ്ങളും ഒക്കെ ഒരുപാട് കണ്ട മഞ്ചേരിയിൽ ഇന്നൊരു വലിയ രാഷ്ട്രീയ സമ്മേളനം നടക്കാൻ പോകുന്നു. മഞ്ചേരിയുടെ ചരിത്രത്തിൽ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം ജനക്കൂട്ടം തിങ്ങിയാർത്തെത്തും എന്നാണ് PV അൻവർ വിശ്വസിക്കുന്നത്. ലീഗിൻ്റെ കോട്ടകൾക്കും നെഞ്ചിടിപ്പുണ്ട്, ഇടതു കേന്ദ്രങ്ങൾക്കും നെഞ്ചിടിപ്പുണ്ട്. എന്താണ് മഞ്ചേരിയിൽ സംഭവിക്കാൻ സാധ്യത? തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയോ? മഞ്ചേരിയിൽ എവിടെയാണ് ഈ രാഷ്ട്രീയ സമ്മേളനം നടക്കുക? മുബഷിർ P. അക്ബർ. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടക്കുന്ന വിശദീകരണ യോഗം നടക്കുന്ന മഞ്ചേരി ജസീല ജംഗ്ഷനിലെ ഒരു വേദിയിൽ തന്നെയാണ്. മഞ്ചേരി നഗരത്തിൽ നിന്നും ഏകദേശം ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു ബൈപ്പാസിലെ ജസീല ജംഗ്ഷൻ എന്ന് പറയുന്ന മേഖലയിലാണ് ഈ ഒരു പരിപാടി നടക്കാൻ പോകുന്നത്. വൈകിട്ട് 5 മണിക്ക് പരിപാടി ആരംഭിക്കുമെന്നുള്ളതാണ് PV അൻവർ അറിയിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഏകദേശം 1000-ലധികം കസേരകൾ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. വലിയ സദസ്സൊക്കെ തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും. കസേരകളുണ്ട്. ഒരു ഭാഗത്തെ ഈ വിശദീകരണ യോഗവും നയപ്രഖ്യാപനവും എന്ന ഒരു ബാനറൊക്കെ തന്നെ കെട്ടിയിട്ടുള്ള വലിയ സ്റ്റേജും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. വലിയൊരു ജനപങ്കാളിത്തം തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് PV അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖല തിരഞ്ഞെടുത്തത്. നേരത്തെ ചന്തക്കുന്ന് ഒരു ചെറിയൊരു മേഖലയായിരുന്നു അൻവർ ആ പരിപാടിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. 50 ആളുകൾ മാത്രമായിരിക്കും പരിപാടിയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അൻവർ അറിയിച്ചിരുന്നത്. എന്നാൽ 6000-ലധികം ആളുകളുടെ ഒരു പങ്കാളിത്തം ചന്തക്കുന്നിലുണ്ടായി എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ ഒരു പരിപാടിയിലേക്കും മഞ്ചേരിയിലെ പരിപാടിയിലേക്കും വലിയ പങ്കാളിത്തം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് PV അൻവർ ഉള്ളത്. നമുക്കറിയാം, മഞ്ചേരി മലപ്പുറത്തിൻ്റെ വാണിജ്യ നഗരമാണ്. ഒട്ടനവധി രാഷ്ട്രീയ പ്രാധാന്യമുള്ള പരിപാടികൾ നടന്ന യോഗങ്ങളൊക്കെ തന്നെ സംഘടിപ്പിക്കപ്പെട്ട മേഖല കൂടിയാണ്. അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തിന് വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ കോട്ടയൊക്കെ തന്നെയാണെങ്കിലും ആ നിലയിലുള്ള ഒരു പങ്കാളിത്തം തന്നെ പരിപാടിയിൽ ഉണ്ടാകുമെന്നൊരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ടൈം ടു ചേഞ്ച് എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം ആവർത്തിച്ച് ആളുകളെ തൻ്റെ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരും അനൗദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ കൃത്യമായൊരു സൂചന ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അൻവർ നൽകിയിരുന്നു എന്നുള്ളതാണ്. അത് വിശേഷിച്ചും മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ജനകീയ വിഷയങ്ങൾ ഉയർത്തി തന്നെയായിരുന്നു. വന്യമൃഗശല്യമാണെങ്കിലും അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന ബൈപ്പാസിൻ്റെ റോഡ് നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നതാണ്. കൃത്യമായ രാഷ്ട്രീയ നെക്സസുകളുടെ ഒരു പ്രവർത്തനം മൂലമാണ് അതൊക്കെ തന്നെ മുടങ്ങിക്കിടക്കുന്നത് അൻവർ കൃത്യമായും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒരു രാഷ്ട്രീയ ബദൽ ആവശ്യമാണെന്ന് നേരത്തെ തന്നെ കൃത്യമായ സൂചന അൻവർ നൽകുന്നു. കൃത്യമായ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ പാർട്ടിക്കും സർക്കാരിനുമെതിരെ അൻവർ ഉന്നയിച്ചുകൊണ്ട് ഇതിൽ നിന്നൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ ബദൽ എന്താണെന്നൊരു ചോദ്യത്തിന് അദ്ദേഹം തന്നെ മറുപടി നൽകാൻ പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. അതിൻ്റെ സ്വീകാര്യത എത്രത്തോളമാണെന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ ചർച്ചകൾ ആവശ്യമാണ്. വിശേഷം നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ അത്തരം ഒരു പരീക്ഷണത്തിന് സാധ്യതയുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ അൻവർ തന്നെയാണ് അത് പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരു ഭാഗത്ത് വലിയൊരു പിന്തുണ അണികളുടെ കാര്യത്തിൽ അൻവർ ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം 6000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യത്തെ പൊതുയോഗം തന്നെ വിജയിപ്പിച്ചെടുക്കാൻ PV അൻവറിന് സാധിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായും തൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനം എന്നൊരു ഒരു സസ്പെൻസ് അവിടെ നിലനിർത്തുമ്പോൾ അത് കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. ഒരു പക്ഷേ ഫോളോവേഴ്സ് അല്ലെങ്കിലും കാഴ്ചക്കാരായിട്ടെങ്കിലും അൻവർ പറയുന്നതിന് കേൾക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ എത്തുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അണികൾക്കുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു പങ്കാളിത്തം ഇവിടെ ഉണ്ടാകുമെന്നൊരു ഉറച്ച ഒരു പ്രതീക്ഷ അദ്ദേഹം നിലനിർത്തുന്നുമുണ്ട്. അല്പസമയത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ്.
എന്തായാലും ഈ ഒരു വേദിയെ സംബന്ധിച്ച് വലിയൊരു മേഖലയാണ്. ഒരു പക്ഷേ ആളുകൾ ഒരുപാട് കടന്നു വരികയാണെങ്കിലും കസേരയിൽ ഇരുന്നും അല്ലെങ്കിൽ അതിനും അപ്പുറത്തും അൻവറിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി, പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടി വലിയൊരു മേഖലയായതുകൊണ്ട് തന്നെ അത്തരം ചന്തക്കുന്നിലുണ്ടായതുപോലെയുള്ള പ്രശ്നം ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഈ ഒരു വേദിയിൽ അൻവറിനോടൊപ്പം മറ്റാരെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ വേദി പങ്കെടുക്കുമോ എന്നുള്ളതാണ് നമുക്ക് കാണാൻ വഴിക്കട അത്തരം അവകാശവാദങ്ങളൊക്കെ തന്നെ അൻവർ ഉന്നയിക്കുന്നുണ്ട്. അതിലൊരു രാഷ്ട്രീയ കൗതുകം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഔദ്യോഗികമായി തന്നെ അത്തരം ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തും. DMK-യുമായ ഒരു അലയൻസ് അൻവറിൻ്റെ DMK എന്ന് പറയുന്ന പാർട്ടി ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിക്കുമെന്നുള്ളതാണ്. അത്തരം ഒരു ചർച്ചകളൊക്കെ തന്നെ ചെന്നൈയിലൊക്കെ തന്നെ അദ്ദേഹം പോയി നടത്തുമ്പോൾ നിരീക്ഷകരെ വിടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. വിശേഷം വഴിക്കട പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റായ സുഖുവിനെ പോലെയുള്ള ആളുകൾ അത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളോട് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ്. കാരണം നീലഗിരി, ഗൂഡല്ലൂർ, നാടുകാണി പോലെയുള്ള മേഖലകളിൽ അദ്ദേഹം വലിയ സ്വാധീനമുണ്ട്. അവിടെയൊക്കെ തന്നെ DMK പോലെയുള്ള പാർട്ടികൾക്കും അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ തമിഴ്നാട്ടിലെ DMK-യുമായി ഒരു സഖ്യമുണ്ടാക്കിയാൽ, പുതിയ പാർട്ടി രൂപീകരിച്ച് സഖ്യമുണ്ടാക്കിയാൽ LDF-ന്റെ ഇടതു സ്വതന്ത്രൻ എന്ന നിലയിലാണല്ലോ നിയമസഭയിൽ അദ്ദേഹം എത്തുന്നത്. ആ നിലയിൽ ചിലപ്പോൾ സ്പീക്കറുടെ ഒരു നോട്ടീസ് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. നിയമക്കുരുക്കിലേക്ക് പോയാൽ MLA സ്ഥാനം പോലും രാജിവെക്കും എന്നതാണോ PV അൻവറിന്റെ നിലപാട്? കാരണം DMK-യുമായി അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായും നിയമവൃത്തങ്ങളോട് ആലോചിച്ചിട്ടുണ്ടാകുമല്ലോ PV അൻവർ. നിശ്ചയമായും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി വേണമെങ്കിൽ MLA സ്ഥാനം പോലും താൻ രാജിവെക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങളൊന്നും അൻവറിൽ നിന്നും നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ്. വേണ്ടി വന്നാൽ MLA സ്ഥാനം രാജിവെക്കും, ഒരു ഉപതെരഞ്ഞെടുപ്പ് താൻ അഭിമുഖീകരിക്കും എന്നുള്ളതാണ്. ആ ആത്മവിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ജനങ്ങളുടെ വലിയ പിന്തുണ തനിക്ക് ലഭിക്കും. അത് നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ മത്സരിച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ തന്നാൽ വലിയ രീതിയിൽ അതിനെ മറികടക്കാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം അൻവറിനുണ്ട് എന്നുള്ളതാണ്. അത് വീണ്ടും പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരമൊരു പരിപാടി മഞ്ചേരിയിൽ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ അൻവർ MLA ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഒരു മേഖലയൊക്കെ തന്നെ കാണുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഈ പരിപാടി നടക്കുന്ന മേഖലയിലേക്ക് എത്തി ഇവിടെ സന്ദർശിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ ഒരു പ്രഖ്യാപനത്തിന്റെ ഭാഗമായുള്ള മുന്നോടിയായുള്ള മഞ്ചേരിയിലെ സമ്മേളനം നടക്കുന്ന വേദി നമുക്ക് ഇവിടെ ഒരുപാട് കസേരകളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു പങ്കാളിത്തം പ്രതീക്ഷിക്കാം. ബംഗാളിൽ നിന്ന് ആളെ ഇറക്കുന്നുണ്ട്. ബംഗാള്, പിന്നെ എവിടെയാ, കൽക്കട്ടയിൽ നിന്ന് വരുന്നുണ്ട്. ഇന്ത്യക്കാരെ ഇഷ്ടംപോലെ കിട്ടുമല്ലോ. അപ്പൊ അതിനൊക്കെ പോലെയല്ല, വിശാലമായൊരു സ്ഥലമാണല്ലോ. അല്ല, നമ്മൾ കരാറ് കൊടുത്തിട്ടുണ്ട് ആളെ കൊണ്ട്. ഓറഞ്ച് അലർട്ട് ഉണ്ട് മലപ്പുറത്ത്. സംസ്ഥാന തൊഴിലാളികൾ ഇഷ്ടംപോലെ നാടല്ലേ, അപ്പൊ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. 10,000-ഓളം ചെയറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. അല്ലേ, ആകെ 500,000 ചെയറുള്ളൂ. വെറുതെ നിങ്ങൾ ആവശ്യമില്ലാത്തെന്ന് പറയണ്ട. പ്രമുഖരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? പ്രമുഖര് എന്ന് പറയുന്നത് ഈ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യരാണ്. അക്കോർഡിംഗ് ടു മീ അവരുണ്ടാവും. DMK സാമ്യമായിട്ടുള്ള പേരാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വല്ല ലീഡേഴ്സിന് എത്താൻ സാധ്യതയുണ്ടോ? അല്ലേ, തമിഴ്നാട്ടിൽ സാധാരണപ്പെട്ട ജനങ്ങളൊപ്പം നിൽക്കുന്ന പാർട്ടിയല്ലേ DMK. ആ സാധാരണക്കാരായ ജനങ്ങളുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു പേര് നാട്ടിൽ നിന്നുള്ള DMK-യുടെ നിരീക്ഷകരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ അതൊന്നും ശരിയാക്കണം. അവിടെ ഇപ്പോ തമിഴ്നാട്ടുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലം കൂടെയാണല്ലോ. അപ്പൊ ആ ഒരു സ്വാധീനം കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരു പേര് എടുക്കാൻ. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലമല്ല, തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റാണ്. മനസ്സിലായോ? ഇതിനിങ്ങനെ കടൽ പോലെ കിടക്കുന്ന ഇതിനെങ്ങനെ ചെറിയ എന്താ പറയുക കോഴിമുട്ട പോലെ ആക്കണ്ട. മണ്ഡലമല്ല, ഈ സംസ്ഥാനം തന്നെ എത്രയോ സ്ഥലങ്ങളിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. ഇന്നലെ തമിഴ്നാട്ടിലൊക്കെ എത്തിയെന്നാണ് വാർത്തകൾ കേട്ടത്. വെറുതെ പറയും, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആര് പറഞ്ഞു ഞാൻ തമിഴ്നാട്ടിലെത്തി? ഞാൻ പറയില്ലേ, ഇവരോട് ഇതൊക്കെ നമ്മളെ നാട്ടുകാർ അവിടെ ചോദിച്ചത്. ഞാൻ നാട്ടിലുണ്ടല്ലോ. കൂടിക്കാഴ്ച എന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ നോക്കിയാൽ എല്ലാവരും കാണുമല്ലോ. അൻവർക്ക് നമ്മൾ ചന്തക്കുന്നിലെ പരിപാടിയില്ലേ, ഇപ്പോൾ വഴിക്കട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുഖുവിനെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിലുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അൻവർഖാന്റെ കൂടെ. പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിച്ചു ആരാണ് പ്രബലരായിട്ടുള്ള ആളുകൾ വരുന്നത്. പ്രബലരായിട്ടുള്ള ആളുകൾ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവരുണ്ടാവും. എന്നെ സംബന്ധിച്ച് അവരാണ് ഏറ്റവും വലിയ പ്രബലര്. ഉണ്ടാവും. ഈ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന ആ പാർട്ടി പുതിയ പാർട്ടി രൂപീകരിക്കും. എന്ത് ഭീഷണി? രാജിവെക്കേണ്ടി വരുമോ? അല്ല, അതൊക്കെ അതിന്റെ സമയത്ത് ആലോചിക്കാൻ. നിങ്ങൾക്ക് എന്താ ഇന്ത്യ MLA പണി പോകുന്നതിന് നിങ്ങൾക്ക് എന്താ വെച്ചാറ്?
എങ്കിലും ഒരുപാട് ജനങ്ങൾ അത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങയുടെ തുടർ നീക്കങ്ങളൊക്കെ തന്നെ. അല്ല അതിപ്പോ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്കാണ് തിരക്ക്, എനിക്കൊരു തിരക്കില്ല. ഞാൻ ഈ വണ്ടി ഇങ്ങനെ പോകും, ഇതൊരു കട്ട വെച്ച് വലിപ്പിക്കുന്ന വണ്ടിയാണ്. അപ്പൊ കട്ട വെച്ച് വലിപ്പിക്കുന്നല്ല, വലിയ കാറ്റത്തിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ കട്ട വെച്ച് കുറച്ച് വലിക്കും, പിന്നെ കട്ട വെക്കും, പിന്നെ വലിക്കും, അങ്ങനെ പോകും. ഈ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അങ്ങനെ ഒരു പേരിലേക്ക് എത്താനുള്ള കാരണം? അല്ല, അത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ആണല്ലോ നടക്കുന്നത്. ജനാധിപത്യ ജനങ്ങളുടെ ഒരു മൂവ്മെന്റ് ആണിത്. ദിസ് ഇസ് എ സോഷ്യൽ മൂവ്മെന്റ്. അപ്പോൾ ദാറ്റ് ഈസ് വൈ വി പുട്ട് ദ നെയിം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള. കേരളത്തിലെ ജനങ്ങളുടെ ഒരു ജനാധിപത്യപരമായ ഒരു 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 മുന്നേറ്റമാണ്. ഉദയസൂര്യനുണ്ട്, ടോർച്ചുണ്ട്. അതെ അതെ, അതായത് രാത്രിയൊക്കെ പകല് സൂര്യ വെളിച്ചുണ്ടാവും, രാത്രി നമുക്ക് ടോർച്ച് വേണ്ടേ. ബഷീർ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ DMK ആയിരിക്കുമെന്നൊന്ന് ചോദിക്കുമോ? സ്റ്റേജിൽ വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാ സർപ്രൈസ് ആവുന്നത്? അൻവർക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ DMK ആവും അങ്ങനെ പ്രതീക്ഷിക്കാമോ? എന്തെന്ന്, ദിസ് ഇസ് എ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള പീപ്പിൾ, അത്രേ ഉള്ളൂ. മനാഫിന്റെ ചിത്രമൊക്കെ ഉണ്ടല്ലോ വെളിയിൽ. അതെ, മനാഫ് ഇവിടുത്തെ ഒരു മതേതര അർജുന കണ്ണൂരിലെ പ്രബലരായ മതേതര പ്രതീകല്ലേ. നേതാക്കളുടെ ഈ ആശംസകളുള്ളതും കാലഘട്ടത്തിൽ ഏറ്റവും കൂടി കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വർഗീയത അല്ലേ. എന്റെ പുറത്തും നെഞ്ഞത്തും നെറ്റിയിലൊക്കെ ചാപ്പുണ്ടല്ലോ, കാണുന്നില്ലേ? ശരിക്കും നോക്കി കാണുന്നു, ഇവിടെ ഉണ്ട്. നേരത്തെ അൻവർക്ക് ചാപ്പോടെ കാണുന്നുണ്ടോ? നേരത്തെ പറഞ്ഞിരുന്നു മനാഫ് അർജുന നമുക്ക് കൊണ്ടുവരാൻ മാർഗമില്ലല്ലോ. അതെ അതെ അതെ, മനാഫ് വന്ന് നേരത്തെ കണ്ണൂരിലെ പ്രബലരായ നേതാക്കളുടെ പിന്തുണയുണ്ട് എന്നൊക്കെ അങ്ങ് പറഞ്ഞിരുന്നു. ആ നേതാക്കളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? നമുക്ക് പലതും പ്രതീക്ഷിക്കാന്ന്. നിങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ നോക്ക്. നിങ്ങൾ ഈ വലിയവരെ മാത്രം നോക്കി ശീലിച്ചുകൊണ്ടുള്ള കുഴപ്പത്. ഈ മലബാറിൽ കുറെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടായിരിക്കും മഞ്ചേരിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം വരുന്നത്. മഞ്ചേരി നമ്മുടെ നാടായതുകൊണ്ട് അത്രേ ഉള്ളൂ, അതിന് വേറെ പ്രത്യേകതയൊന്നുമില്ല. നേരത്തെ തന്നെ എന്താ പറയാ, നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാരോട് പോരാടിയ ഒരുപാട് വീരചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഈ മഞ്ചേരിയും പൂക്കോട്ടൂരും ഏറനാടും ഒക്കെ. അതിന്റെ ഒരു രക്തത്തിളപ്പ് ഇവിടെ ഉണ്ടാവും.